മാധ്യമപ്രവർത്തനം എപ്പോഴെങ്കിലും നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഭയങ്കര ഹാപ്പിയാണല്ലേ? ഹാപ്പിയാണോ അത് വേറെ, പക്ഷെ എനിക്ക് നമുക്ക് ഇതെല്ലാം വേറെ പണി ചെയ്യാൻ പറ്റൂല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. വേറെ പണി അറിഞ്ഞൂടാ. മലയാളികളെ വിഡ്ഢികളാക്കാൻ എളുപ്പമാണെന്ന് തോന്നിയിട്ടുണ്ടോ? നോ, എവിടെ ഇങ്ങനെ വിഡ്ഢികളാക്കാൻ? മലയാളികളൊന്നും ഇപ്പൊ ഭയങ്കര ഒരു നിവൃത്തിയില്ല. ആണല്ലേ? രക്ഷയില്ല. എന്താണ് ഇപ്പൊ നമ്മളെ കാണുന്ന ആൾക്കാര്, നമ്മുടെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ഈ വിഷയത്തിൽ അവർ വളരെ അപ്ഡേറ്റഡ് ആണ്. അപ്പൊ അത് കാരണം പറ്റിക്കലും നടക്കൊന്നുമില്ല. വളരെ മൈന്യൂട്ടായിട്ടുള്ള സംഭവം വരെ പിടിക്കും അവര്. തെറ്റ് സംഭവിച്ചാൽ അപ്പം പിടിച്ചിരിക്കും അത്. ആണല്ലേ? ഈ എന്തെങ്കിലും നമ്മുടെ വീട്ടിലെ ടെൻഷനുകൾ വാർത്താ വായനയെ സ്വാധീനിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് വരുത്താൻ കാരണമായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ വെച്ചിട്ട് പോരുന്ന ആളാണ്. അങ്ങനല്ല, ടെൻഷൻ ഉണ്ടാവാറുണ്ട്, പക്ഷെ നമ്മൾ ഇതിലോട്ട് ഒരു പരിധി കൂടെ കൊണ്ടുവരാറില്ല. സ്ഥിരമായി ആരെങ്കിലും വേട്ടയാടിയിട്ടുണ്ടോ? ഇല്ല, വേട്ടയാടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല. ഈ ചർച്ചകളിൽ ഇരുന്നിരുന്നിരുന്നിരുന്ന് ഒരാള് ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അയാളുടെ നിലപാടുകൾ ശരിയല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ചർച്ചകളിൽ ഇരുന്നിരുന്ന് തോന്നിയിട്ടുണ്ടോ? അത് തോന്നിയിട്ടുണ്ട്. ഞാൻ മൊത്തം നെഗറ്റീവ് ആണല്ലോ പറഞ്ഞോണ്ടിരിക്കാൻ തോന്നിയിട്ടുണ്ട്. ക്ലീൻ ഷേവ് ചെയ്ത് ന്യൂസ് റൂമിൽ എത്താൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? താടി വെച്ചിട്ട് കുറെ വർഷമായി. ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ എന്റെ മുഖം ഒന്നും വല്ലാതെ മാറിപ്പോകും. അതിനെനിക്ക് പേടിയുണ്ട്. എന്നാലും എപ്പോഴെങ്കിലും ഒരു ഞാൻ ഇടയ്ക്കൊന്ന് ആലോചിച്ചായിരുന്നു. അപ്പൊ ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു ഷേവ് ചെയ്യട്ടാ. അവള് പറയുന്നത് വേണ്ട അബ്ബ, എടുക്കണ്ട. ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. ഒരു സ്വന്തമായിട്ട് ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ? ഇല്ല. ആരെങ്കിലും സ്റ്റോക്ക് ചെയ്ത് ചെയ്യാറുണ്ടോ? ഇല്ല. മനഃപൂർവ്വം ഗസ്റ്റുകളെ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. അതിഥികളായി എത്തിയവർ എപ്പോഴെങ്കിലും ശത്രുക്കളായി പോയിട്ടുണ്ടോ? പിണക്കമുണ്ടായിട്ടുണ്ട്. ഒരാൾ ഒരു പിണക്കം ഒരു ദീർഘനാൾ നീണ്ടു നിന്നിട്ടുണ്ട്. പക്ഷെ ഞാനത് പിന്നാലെ നടന്ന് പരിഹരിക്കും. അത് ശരി. പിണങ്ങി നിൽക്കാൻ അത് ശരിയല്ലല്ലോ. അല്ല, അങ്ങനെ ഒരു എഫേർട്ട് എടുക്കാനായിട്ട് തോന്നിപ്പിക്കുന്ന എന്താണ്? നമുക്ക് ഇനി നാളെ ഇവരെ കാണേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണോ? അതോ അങ്ങനല്ല. ഇപ്പൊ നമ്മുടെ ഒരു ചോദ്യം കാരണമാണ്. ഇപ്പൊ നമ്മളൊരു ശരിയായ ചോദ്യം നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് പുള്ളി പിണങ്ങി. ഞാൻ ചോദിച്ചുകൊണ്ടാണല്ലോ പുള്ളി പിണങ്ങി. എന്നൊരു തോന്നലുണ്ടാവില്ല. ഇപ്പൊ ഒരാൾ പിണങ്ങിയിരിക്കും, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഞാൻ വിളിക്കും. അപ്പൊ ഒരാളെ ഞാൻ നിരന്തരം വിളിച്ച്, ഒരാൾ ഇപ്പോഴും മെരുങ്ങാൻ നിൽപ്പുണ്ട്. ഒരാള് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു പ്രത്യേക സമയമായപ്പോഴത്തേക്ക് പുള്ളി പിണങ്ങി. ഞാൻ ആ ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട് പുള്ളി. അങ്ങനെ ഭയങ്കര തളരാതെ ഒരു പോരാളിയാണല്ലേ? അതെ, ഞാൻ തളരാതെ ഞാൻ പിന്നാലെ ഉറവ് കൂടും. ചേട്ടാ കൂട്ടാ ആണോ? ഇങ്ങനെയൊന്നും ചേട്ടനെ കുറിച്ച് ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. ചേട്ടനുള്ളില് ഇത്രയും ഒരു ലോലനായ ഒരു കവി ഹൃദയം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. മനുഷ്യന്മാരോട് പിണങ്ങിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആണ്. ചർച്ചകൾക്ക് അവസാനം ഒരു കുറ്റബോധം തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഏതാന്ന് ചോദിക്കുന്നത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആണ്. അത് ശരി. അല്ല, കുറ്റബോധം ഇൻ ദ സെൻസ് എങ്ങനെ? അത്രയും കർശനമാവുണ്ടായിരുന്നു. അത്രയും അറഗന്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. തോന്നിയിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുന്ന ഹാഷ്മി ചോദ്യങ്ങളെ ഭയക്കാറുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളിപ്പോ ചോദ്യം ചോദിക്കുന്ന പോലല്ല ഉത്തരത്തിനായിരുന്നു കൊടുക്കുന്നത്. പേടിയില്ല, പക്ഷെ ചെറിയൊരു കോൺഫിഡൻസ് പ്രശ്നം ഉണ്ടാവാറുണ്ട്.